നല്ലത്. മഴ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ കുടുങ്ങിപ്പോവും. എന്ത് പോവും? കുടുങ്ങിപ്പോവും ഗായ്സ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പതുക്കനെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിട്ട് ഒതുങ്ങിയിരിക്കട്ടെ കുറച്ചേരത്തേക്ക്. മഴ തോർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മൊത്തം കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ സത്താറിൽ വെച്ച് കുട്ടിച്ചോപ്പറുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ പുലർച്ചെ 4-4:15. ഞാനിവിടെ ഒരു 2 മണി 2:30 ആകുമ്പോഴത്തേക്കും ഞാൻ സത്താറിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് എവിടെയെങ്കിലുമൊക്കെ ടെൻ്റ് അടിച്ച് കുറച്ച് നേരം ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങി. അപ്പോൾ അത് ഈ കാണുന്നതാണ് അജിങ്ക്യധാര ഫോർട്ടിലേക്കുള്ള വഴി. അപ്പോൾ ഈ നേരത്തിന് ഇപ്പോൾ എന്തായാലും അതുകൂടെ കയറാൻ പറ്റുമെന്നില്ല. അപ്പോൾ കാരണം ഞാൻ വീടുകളും പരിപാടികളൊക്കെയാണ്. അപ്പോൾ പിന്നെ വഴിയൊന്നും അത് അറിയില്ല, നമ്മൾ എന്തുകൊണ്ടിട്ട് കയറാം. ഇനിയിപ്പോൾ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വെളിച്ചം വന്നിട്ട് ഒരു 5-5:30 ആകുമ്പോഴേക്കും കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ടൈം 4-4:45. ടോയ്ലറ്റ് ഇപ്പോൾ മുട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണണം. എവിടെയെങ്കിലും വല്ല ഗ്യാപ്പൊക്കെ ഉണ്ടോ നോക്കിയോട്ടെ, ടോയ്ലറ്റൊക്കെ ഉണ്ടോ നോക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ആ ഫോട്ടോ കയറി കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതും വരെ ഞാനിവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റേ അടിക്കണം. അപ്പോൾ മുകളിലേക്ക് ഇവിടുന്ന് 3 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 3 കിലോമീറ്റർ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിവിടെ ലോഡ്ജൊക്കെ ചോദിച്ചു. അപ്പോൾ 1,500 രൂപ ഉണ്ട് തോന്നുന്നു. പിന്നെ ലോഡ്ജും കാര്യങ്ങളും എടുക്കുന്നില്ല, 3 കിലോമീറ്ററേ ഉള്ളൂ. കയറി നടക്കാം. പിന്നെ അവിടെ എത്തിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്ലാനിങ്ങൾ നോക്കാം. എന്തായാലും ഇതൊന്ന് കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ കയറട്ടെ. 3 കിലോമീറ്റർ കയറ്റാണെന്നാണ് പറയുന്നത്. ജംഗിൾ 3 കിലോമീറ്റർ ജംഗിൾ. ഓക്കെ, കയറി നോക്കട്ടെ എന്തായാലും. അപ്പോൾ മക്കളെ, ഞാൻ ഇത് കൂടെ ചെറിയൊരു ഷോർട്ട് കട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് കട്ട് കൂടെ കയറുക. ഷോർട്ട് കട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. എന്ത് തന്നെ ആയാലും ഷോർട്ട് കട്ടല്ലേ, കയറി നോക്കാം. വഴിയൊന്നും കാണുന്നില്ല അമ്മച്ചേ. അയ്യോ, ഇതിൻ്റെ മുകളിലെത്തണം. നോക്കട്ടെ എന്തായാലും. ഞാനിപ്പോൾ വീഡിയോ ഓഫ് ചെയ്യട്ടെ, വഴി കണ്ടെത്തട്ടെ. എന്നിട്ട് ഞാൻ മുകളിലെത്തിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, ഇവിടുത്തെ വ്യൂ ഞാൻ കുറച്ചായിട്ട് കാണിച്ചു തരാം. ഒന്ന് വട്ടം വെളിച്ചം വരട്ടെ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് പോവാനുള്ളത്. അവിടെയൊക്കെ വെളിച്ചമുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ തന്നെ നടക്കും. അതാ ആ ടോപ്പിലേക്കാണ് നമുക്ക് എത്താനുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് നടക്കണം. അല്ല, ഇതിപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ടോപ്പ് വ്യൂ. ഇവിടെയൊക്കെ നല്ല രസമുണ്ട്. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടേ ഫുള്ള് പച്ചപ്പും പരിപാടിയൊക്കെ. പുളി അടിപൊളി. അപ്പം ഇനിയിപ്പോൾ മുകളിൽ കയറണം. എന്തായാലും വെളിച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ കയറാമെന്ന് പ്ലാൻ ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്ന വഴികൾ അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. ഞാൻ അവിടെ ദൂരെ നോക്കുമ്പോൾ ഒരാൾ നടന്നു വരിക. ഞാൻ വിചാരിച്ച പോലെ കാട്ടുപോത്താണെന്ന് താഴെ എവിടെയെങ്കിലും ഇറങ്ങിയിരിക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അടിപൊളി വ്യൂ. എന്താ പറയുക, നിങ്ങൾക്ക് എന്നെ കാണാനാണ് എനിക്ക് അറിഞ്ഞൂടാ. നേരത്തെ ട്രക്ക് ചെയ്യണേ. അയ്യോ, ഗുഡ് ഫീല്. എൻ്റെ പൊന്നോ. പക്ഷേ വെയിറ്റ് ഉണ്ട്, കിടപ്പുണ്ട്. പക്ഷേ ഇത് കൂടെ ഈ നേരത്തെ ട്രാവലിന് എൻ്റെ അടിപൊളി. ഇതൊക്കെ എന്തായാലും എക്സ്പ്ലോർ ചെയ്യണം. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. അയ്യോ, കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ സംസാരിക്കുന്നത്. കാരണം ഞാൻ നോൺ സ്റ്റോപ്പിലാണ് നടക്കണേ. കാരണം ഇവിടുത്തെ ഇരുട്ടൊന്ന് മാറുന്നതിന് മുന്നേ നമുക്ക് മുകളിലേക്ക് എത്തണം. എന്നാലും അവിടെ നിന്ന് അടിപൊളി വ്യൂ കിട്ടുള്ളൂ. ഓക്കെ, അയ്യോ പൊള്ളി
ഗുഡാണ്. ബാറ്ററിക്കില്ല ഒരിക്കലും. ഇങ്ങനൊരു ട്രക്കിങ് യാത്രയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരിക്കലും ബാറ്റടിക്കൂല. നമ്മളല്ലാണ്ട് നമ്മൾ ഈ വണ്ടിയിലൊക്കെ കയറി പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിക്കും ട്രാവലിംഗ് ഉണ്ട്. പക്ഷെ എനിക്കെന്തോ ഈ ഒരു രീതിക്കുള്ള ട്രാവലിങ് സൂപ്പർ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. അപ്പം ഇതാണ് അടുത്ത കവാടം. അപ്പോൾ ഇത് കയറാൻ പോകട്ടെ. പിന്നെയും ടോപ്പിലേക്കുണ്ടേ. പൊളി എൻ്റെ മോനെ, ഇതൊക്കെ അടിച്ചു പൊളിക്കണ്ടേ? ഇതൊക്കെ അടിച്ചു പൊളിച്ചില്ലെങ്കിൽ പിന്നെ ആരടിച്ചു പൊളിക്കാനാ? കണ്ടില്ലേ? ഇത് അവിടെ നോക്കൂ പച്ചപ്പ്, ഇത് ഇവിടെ നോക്കൂ പച്ചപ്പ്, ഇത് ഇവിടെ നോക്കൂ പച്ചപ്പ്, എല്ലായിടത്തും പച്ചപ്പ്, പ്രകൃതി രമണീയമായ സ്ഥലം. ഈ ഒരു ചേട്ടനും പിന്നെ ബാക്കിലൊരു ചേട്ടനുണ്ട്. ഞാനിങ്ങോട്ട് കയറുമ്പോൾ ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ പിന്നെ ഈ ബാഗൊക്കെ താങ്ങി പിടിച്ച് കയറുമ്പോഴേക്കും ഞാനൊരു ലെവലായി. അവർ ഡെയിലി ഈ മല കയറിക്കൊണ്ടിരിക്കുക, കയറി ഇറങ്ങുക. ഇതെന്നാ പരിപാടി? എന്തുട്ടല്ല ആൾക്കാരിങ്ങനെ പണിയെടുത്താൽ എങ്ങനെ ശരിയാവുക? എന്തായാലും ഞാൻ വന്നിട്ട് ഞാൻ വിചാരിച്ചില്ല ഇത്രയ്ക്ക് നന്നായിരിക്കും. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പം എന്തായാലും ഇത്രയ്ക്കും നന്നായ സ്ഥിതിക്ക് മഹാരാഷ്ട്ര, അയ്യോ അടിപൊളി സെറ്റ്. प्लेस नाम क्या है? अजिंक्य तारा. अरे अजिंक्य तारा, इसको नाम ही ना अजिंक्य तारा. ഓക്കെ. ഇതിൻ്റെ പേര്, ഈ ഒരു ഹിൽ ടോപ്പിൻ്റെ പേര് അജിൻക്യ താര എന്നാണ്. അപ്പോൾ സൂപ്പർ. നിങ്ങൾക്ക് കണ്ടാലേ അറിയാം, ഫുള്ള് പച്ചപ്പാണ്, നല്ല പച്ചപ്പ്. അപ്പോൾ മകളെ, നമ്മൾ ഇതാ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. അപ്പോൾ ആ കാണുന്ന വഴികളൊക്കെ നമ്മൾ വന്ന വഴികളാട്ടോ. ഏറ്റവും ടോപ്പിലാണ് ഇതെന്തിരിക്കണേ. എന്നിട്ടറിയാ, അടിപൊളി ക്യൂക്ക്. സിറ്റി കേട്ടോ, താഴെ ഫുള്ള് സിറ്റിയാണ്. നല്ല അടിപൊളി സിറ്റിയാണ്. കാണാനും കണ്ടിരിക്കാനും ആസ്വദിക്കാനും പറ്റിയ സ്ഥലം. ഞാൻ ഗൂഗിളിൽ കണ്ട് കയറി അതേ സ്പോട്ട്. ഒരു വ്യത്യാസമില്ല. ഞാൻ വിചാരിച്ചില്ല ഇതെനിക്ക് കിട്ടുമെന്ന്. ഞാൻ വിചാരിച്ചില്ല. അത് കൂടെ പോകുന്ന വഴി ഒരു വഴി കാണുന്നുണ്ട്. ഇത് ഞാൻ വന്ന വഴിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാ ആ കാണുന്ന വഴി. അപ്പോൾ ഈ വഴി ഇവിടുന്ന് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ എനിക്ക് പോകുമ്പോൾ വഴി പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് കൂടെ പോയിട്ട് നല്ല ഷോർട്സും കാര്യങ്ങളൊക്കെ എടുക്കും. പിന്നെ ആ ഭാഗത്ത് എന്തോ ഒന്ന് ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. കാരണം അവിടെ ഒരു ചെറിയൊരു ലേക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മല കാണാൻ നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാൻ. അപ്പോൾ അവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്യണം. അപ്പോൾ നോക്കണം. ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ഓക്കെ. സോറി എന്നോട് ക്ഷമിക്കണം. ഞാൻ ഷോർട്സും കാര്യങ്ങളിത് കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഷോർട്സ് അതും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വ്ളോഗും പരിപാടിയും ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു ചെറിയൊരു കൊച്ചു വീഡിയോ മാത്രം ഞാൻ എടുത്തിടുന്നുള്ളൂ. അയ്യോ സോറി, ക്യാമറ തിരിഞ്ഞു പോയേ. അപ്പോൾ ഇതൊന്ന് തിരിഞ്ഞിട്ട് നിൽക്കട്ടെ. അപ്പോൾ ഞാനെൻ്റെ കുറച്ച് കൊച്ചു വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. എനിക്കറിയാൻ പാടില്ല
ഇതൊക്കെ ചിലപ്പോൾ ഒരു 10-15 മിനിറ്റിൻ്റെ വീഡിയോ ആക്കിയിടാൻ പറ്റുമോ, അല്ലെങ്കിൽ അതൊരു ചിലപ്പോൾ ഒരു അരമണിക്കൂർ ആവുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ അരമണിക്കൂറൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തോരം ടൈം എടുക്കുന്നത്. കാരണം ഇത് ഒത്തിരി കണ്ടുതരാണ്ട്. ഇപ്പം ഞാൻ പോകുന്നത് ഇവിടേക്ക് മുകളിൽ ഒരു അമ്പലത്തേക്ക് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ എന്തോരം ഭംഗി കിട്ടുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതും കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് കൂടെ ഒരു കാര്യം ചെയ്യാം. ഇവിടെ എന്തോരം കാണുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്നതിന് മുന്നേ നമുക്ക് അവിടെ പോയിട്ട് വരാം, അതല്ലേ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചുമ്മാ നിങ്ങൾ കണ്ടേക്ക്. എൻ്റെ മോനെ സീന് ഇത് ഏറ്റവും ടോപ്പിലാണ്. നിങ്ങൾ ആലോചിക്കണം, ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ ഒരു കുളം. എന്ത് രസമാണ് ഈ കാണാൻ. ഇത് അപ്പുറത്തെ സൈഡുണ്ട്. ഇത് ഏറ്റവും ടോപ്പിലട്ടോ, ഏറ്റവും ഹിൽ സ്റ്റേഷൻ്റെ ഏറ്റവും ടോപ്പിലുള്ള കുളമാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കുളം. അടിപൊളി 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 അടിപൊളി. ഇറങ്ങി കുളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പറ്റുന്ന തോന്നുന്നില്ല. പിന്നെ നല്ല മഴ വരുന്നുണ്ട്. നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി മഴ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മഴയില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പതുക്കെ എനിക്കൊന്ന് മൂവ് ചെയ്യണം. അതാവും കുറച്ചും കൂടി നല്ലത്. മഴ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ കുടുങ്ങിപ്പോവും. കുടുങ്ങിപ്പോവും ഗായ്സ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പതുക്കനെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിട്ട് ഒതുങ്ങിയിരിക്കട്ടെ കുറച്ച് നേരത്തേക്ക്. മഴ തോർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മൊത്തം കാണിച്ചു തരാം. എൻ്റെ വ്ളോഗിൽ ചിലപ്പോൾ പകുതിയൊക്കെ മുഖം വരുന്നുണ്ടാവുള്ളൂ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ വ്ളോഗ് എടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ ഈ സൈഡിലുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്നെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ സ്ഥലം കിട്ടണം. അപ്പോൾ അത് നിങ്ങൾ ആസ്വദിക്കണം. ഞാനും ആസ്വദിക്കണ്ടേ പിന്നെ ഇത്രയൊക്കെ വന്നിട്ട്. ഇവിടുത്തെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഈ അമ്പലങ്ങളിലെ ഭജന, ആ ഒരു ആംബിയൻസാണ്. നല്ല അടിപൊളി പീസ് മൈൻഡ്. ഒരു നൈസായിട്ടുള്ളൂ, അത് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. പിന്നെ ഇനി എനിക്ക് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിലത്തെ ചാർജ് തീർന്നു. പവർ ബാങ്കിൽ ചാർജ് അധികം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതൊന്ന് നോക്കി നോക്കണം. അപ്പോൾ പവർ ബാങ്ക് കുറച്ചൊക്കെ കുത്തി വെച്ചിട്ട് പിന്നെ ബാക്കി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് പെൻഡിങ്. ഒരു ചേട്ടൻ കേട്ടോ നമ്മൾ നോക്കി ചിരിച്ചോണ്ട് പോകുന്നു. കുഴപ്പമില്ല, എല്ലാവരും നല്ല നല്ല മനുഷ്യർ. എനിക്ക് അറിഞ്ഞൂടാ ഞാൻ പോകുന്ന വഴി എത്രത്തോളം നന്നായിരിക്കുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിതിപ്പോൾ ഇവിടെ വന്നിട്ട് അവിടെ നോക്കുമ്പോൾ അവിടെ നല്ല രസമുണ്ട് കാണാൻ. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് അവിടെ നോക്കുമ്പോൾ അവിടെ നല്ല രസമുണ്ടാകും കാണാൻ. മൊത്തത്തിൽ അടിപൊളിയാണ്. ഇതൊക്കെ വന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നഷ്ടമാണ്. പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ടും എനിക്കൊരു വീഡിയോസൊക്കെ എടുക്കുന്നതിനൊരു പരിധിയുണ്ട്. കാരണം പിന്നെ ഇവിടെ മഴ വന്ന് എൻ്റെ കയ്യിൽ കോട്ടോ ടെൻറ്റോ കോട്ടുണ്ട്. പക്ഷേ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ നനയും. ഞാൻ മാത്രം നനയാതിരിക്കുള്ളൂ. അപ്പോൾ എൻ്റെ ബാഗ് നനഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നേരത്തേക്ക് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ട് ഒന്ന് ഒതുക്കുക. പിന്നെ ഞാൻ പോകുന്ന വഴി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എന്താ പറയുക, ഇത്രയും നല്ല സ്ഥലത്ത് വന്നിട്ട് എങ്ങനെയാണ് വീഡിയോസ് എടുക്കാതിരിക്കാം. ഇന്നലെ ഞാൻ രാത്രി അറിയാമല്ലോ, ഞാൻ ഇന്നലെ രാത്രി സപ്പാറയ്ക്ക് വരുമ്പോൾ ബസ്സിലാണ് ട്രാവൽ ചെയ്തത്. അതും ഒരു 10 മണിക്കൂർ 11 മണിക്കൂറൊക്കെ ട്രാവലിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എൻ്റെ ഫോൺ ഓണായിരുന്നു. അങ്ങനെ കുറച്ച് എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടും എൻ്റെ ഫോണിൽ ചാർജില്ല. ഇനിയിപ്പോൾ ഒരു ഇത്തിരി ചാർജുള്ളൂ. അത് വെച്ചിട്ട് ഇനി എനിക്ക് താഴെ വരെ എത്തണം. താഴെ നിന്ന് ഇനി വല്ല പെട്രോൾ പമ്പോ അല്ലെങ്കിൽ വല്ല ഹോട്ടലോ എവിടെയെങ്കിലൊക്കെ കയറിയിട്ട് ചാർജ് ചെയ്യണം. എനിക്കൊരു 1 മണിക്കൂർ കിട്ടിയാൽ മതി എൻ്റെ ഫോൺ ചാർജ് ആവാൻ. ആ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കിട്ടി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പവർ ബാങ്ക് വീണ്ടും ഞാൻ കുറച്ച് ചാർജ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഒന്ന് ചലിക്കട്ടെ. എനിക്കിവിടെ വെച്ച് നിർത്തി പോകാൻ എനിക്കൊരാഗ്രഹമില്ല. പക്ഷേ എൻ്റെ ഫോണ് പവർ ബാങ്ക് ഇതൊക്കെ കൂടി പ്രശ്നമായതുകൊണ്ട് കാരണം ഇതൊക്കെ കൂടി എൻ്റെ അടുത്ത് ഒന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കൂടി കാരണം ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ചുരുക്കുന്നു.
ഇവിടുത്തെ ആൾക്കാരൊക്കെ ശരീരം നന്നായിട്ട് നോക്കുന്ന ആൾക്കാരാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നുമില്ല. നമ്മുടെ നാട്ടിലൊന്നും ഈ പ്രായത്തിലുള്ള ആൾക്കാരൊന്നും നിങ്ങൾ കാണാൻ കിട്ടില്ല. ഈ നാട്ടിലുള്ളവരൊക്കെ ശരീരമൊക്കെ നല്ല എന്താ പറയുക വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല സെറ്റായിട്ട് നോക്കുന്നുണ്ട്. മുകളിലൊരു ടീമേ ഉണ്ട്. എനിക്ക് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയില്ല, കാരണം അവിടെ പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി ഒന്നും പറയാനില്ല, നല്ല അടിപൊളി സ്ഥലം. എന്താ പറയുക, ഒരു നേപ്പാള് ആ ഒരു ഭാഗത്തേക്കൊക്കെ പോയി. ഇവിടെ ഒരു അമ്പലം കിട്ടുക, ചെറിയൊരു മറ്റേ ഗണപതില്ല, സോറി ഹനുമാൻ. ഓ ബയ്യ, അപ്പോൾ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ നേരത്തെ മറ്റേ റോഡ് താഴ്ന്നൊരു റോഡ് ഉണ്ടായിരുന്നില്ലേ, ആ റോഡ് കയറി വരുന്ന വഴി കേട്ടോ. പക്ഷേ എനിക്ക് ഇതിൽ പോകുന്നതിന് നല്ലത് എനിക്ക് മറ്റേ വഴി പോകുന്നതാണ്. അതാകും കുറച്ചും കൂടി നല്ലത് തോന്നുന്നു. അപ്പോൾ എന്തായാലും റോഡെത്തി ഇറങ്ങാം. ഇനിയിപ്പോൾ ഇറങ്ങുന്ന വഴി എന്തെങ്കിലും കാഴ്ച ഉണ്ടെങ്കിൽ അത് കാണാം. എന്തെന്നാ പറയുക, ഇതിൻ്റെ മുകളിൽ വരുന്നോ ഇത്രയ്ക്ക് വ്യൂ ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നല്ല അടിപൊളി വ്യൂ. പിന്നെ ഞാൻ പറയട്ടെ, ഇവിടുത്തെ പയ്യന്മാരൊക്കെ എല്ലാവരും വർക്കൗട്ടും ശരീരം ഫിറ്റാണ് എല്ലാവരുടെയും. കാരണം ഞാൻ പറയട്ടെ, എൻ്റെ ഈ പ്രായത്തിൽ ഒരു പ്രായത്തിൽ ആൾക്കാർ വെറുതെ ഇരിക്കുന്നില്ല, ശരീരം ഫിറ്റാക്കി നല്ല കറക്റ്റ് വൃത്തിയിലാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ കണ്ടില്ലേ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന അച്ചായ. എന്താ പറയുക, പൊന്നോ നല്ല കിടിലം വഴികളും നല്ല കിടിലം സ്പോട്ടും നല്ല ആൾക്കാരും. കാരണം ശരീരത്തെ ഇത്രമാത്രം സ്നേഹിച്ച് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടില്ല. മുകളിൽ ഞാൻ കാണിച്ചു തരുമായിരുന്നു. മുകളിൽ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളടക്കം അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരീരം അത്രയ്ക്കും എന്താ പറയുക, വർക്കൗട്ട് ചെയ്ത് കറക്റ്റ് ഫിറ്റാക്കി നല്ല വൃത്തിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികൾ വരെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ജമ്മുണ്ടെങ്കിൽ ചെയ്യില്ല. എന്തിനു പറയുന്നത്, രാവിലെ 5 മണിക്ക് എണീറ്റ് പോയി ഓടാൻ പറഞ്ഞാൽ കേൾക്കില്ല. എന്തിനും ഞാൻ പോലും, കാരണം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ പെൺകുട്ടികൾ പറയട്ടെ 5 മണിക്ക് എണീറ്റ്, 5 മണിക്കൊന്നല്ല, പുലർച്ചെ 3 മണിക്ക് 4 മണിക്ക് എണീറ്റ് ഓടി ഇത്രയും വലിയ ഹിൽ സ്റ്റേഷൻ്റെ മുകളിലേക്ക് വരുന്നത്. ഇത്രയും വലിയ ഹിൽ സ്റ്റേഷൻ്റെ മുകളിലേക്ക് വന്നിട്ട് അവിടുന്ന് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എടാ ഇതൊന്നും കാണുന്ന പോലെ അല്ലടാ, നല്ല രസമുണ്ട്. എന്താ പറയുക, നല്ല രസമുള്ള വ്യൂസും കാര്യങ്ങളാണ് ഇവിടെയൊക്കെ. സൂപ്പർ. ഓ, അതിൻ്റെ മുകളിലേക്കൊക്കെ എനിക്ക് കാരണം നല്ല ആഗ്രഹമുണ്ട്. അത് കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടുന്ന് എന്തുമാത്രം ദൂരം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങോട്ട് ഒരു റോഡ് കാണുന്നുണ്ട്, ആ റോഡ് വഴി പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പോകണം. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. അപ്പോൾ ഇതൊക്കെ കൂടി ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കണം. എനിക്ക് തോന്നുന്നു മറ്റേ വഴി സൂപ്പർ, മറ്റേ വഴിയത്തിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ല ഇതാണെന്ന് തോന്നുന്നു. അയ്യോ, എന്തുവാ പറയുക, ഈ ഒരു വഴി, ഈ ഒരു സ്ഥലം ഇത്രയ്ക്കും അടിപൊളിയായിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കയറി വന്നതാണ്. പക്ഷേ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും അപ്പുറമായിട്ടുണ്ട്. എന്താ പറയുക, ഇവിടുത്തെ ആൾക്കാരെന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളൂ കേട്ടോ. ആൾക്കാർ രക്ഷയില്ല. മോർണിംഗ് അടുത്തൊരു ചെറിയൊരു വ്യൂ കാണിച്ചു തരാം. ഇത് ഇവിടുന്ന് കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞോളൂ. പക്ഷെ എനിക്ക് ഇവിടുന്ന് കണ്ണുകൊണ്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്, നല്ല അടിപൊളി വ്യൂ. അവിടെ നല്ല മഞ്ഞ് മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ, അടിപൊളി മഞ്ഞ് മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട് അവിടെ. ഇത് ഇവിടുത്തെ പയ്യന്മാരാട്ടോ, ഒരു 10-25 വയസ്സ് അത്രയൊക്കെ തന്നെ പ്രായം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ എല്ലാവരും വർക്കൗട്ടും പരിപാടിയാണ്. എന്താ പറയുക, ഇവിടുത്തെ എല്ലാ പയ്യന്മാരും, ഒത്തിരി പയ്യന്മാരും പെൺകുട്ടികളും എല്ലാവരും. അപ്പോൾ ഇതെനിക്ക് ഇവിടെ നിന്ന് കിട്ടിയൊരു ചെറിയൊരു ഫ്രണ്ടാട്ടോ. अदा आपका नाम क्या है? प्रसाद जादव। प्रसाद, सातारा जिला है। सातारा जिला में सातारा यहाँ पोलियो का जिला है सातारा जिला। मतलब अब अपने महाराष्ट्र में स्टेट में ज़्यादा पूरी सातारा जिले से भर्ती होते हैं। अच्छा है।
आपका अभी बॉर्डर पे इधर जाओ, आपको सातारा जिले के फौजी दिखेंगे ज़्यादातर। ഓക്കെ 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 താങ്ക് യു थैंक यू। ധന്യവാദ്. ഞാൻ ഈ കാട്ടിൽ ഇങ്ങനെ നടന്നു വരുന്നത് നിങ്ങൾക്ക് കണ്ടറിയാം. അപ്പോൾ ഈ കാട്ടിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇതാ ഈ വീട്ടിലത്തെ അമ്മ എന്നോട് വെള്ളം വേണം ചോദിച്ചു. എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ട്രാവലിംഗ് ആണ്, അപ്പോൾ വെള്ളം വേണം പറഞ്ഞു. എനിക്ക് വെള്ളം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ വീഡിയോ കയറിയ अंदर എന്നെ അകത്തേക്ക് വിളിച്ചു.